സാധാരണക്കാരുടെ പ്രതിനിധിയാണ് കന്നി ഇറങ്ങുന്നതെന്ന് കാട്ടാക്കടയിലെ UDF സ്ഥാനാർത്ഥി MR ബൈജു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ലഭിച്ച ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ ഇത്തവണ UDFന് ലഭിക്കും. സംസ്ഥാനത്തുടനീളം UDF തരംഗം ആഞ്ഞടിക്കുമ്പോൾ കാട്ടാക്കടയിൽ നിന്നും UDF MLA ഉണ്ടാകുമെന്നും MR ബൈജു ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. തിരുവനന്തപുരത്ത് നിന്നും ഹാൻസ് ജോൺ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കാട്ടാക്കടയിലെ UDF സ്ഥാനാർത്ഥി MR ബൈജു ആണ് ന്യൂസ് മലയാളത്തോടൊപ്പം ചേരുന്നത്. ഇതിനു മുൻപ് നിരവധി തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കന്നി എങ്ങനെയുണ്ട്? ആദ്യത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പാണ്. സ്വാഭാവികമായിട്ടും ഒരു ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ മത്സരിക്കുന്നത് പോലെയല്ല. പ്രത്യേകിച്ചും ഒരുപാട് ഘടകങ്ങൾ നമ്മളെ ചുറ്റിപ്പറ്റി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് ഒരു എക്സ്പീരിയൻസാണ്. പ്രത്യേകിച്ചും ഈ അന്തരീക്ഷം എന്ന് പറയുമ്പോൾ വെയിലിൻ്റെ കാഠിന്യത്തെക്കുറിച്ചല്ല, രാഷ്ട്രീയ അന്തരീക്ഷം UDFന് അനുകൂലമായിട്ടുള്ള ഈ ഭരിക്കുന്ന സർക്കാരിനെതിരെയുള്ള ഒരു പൊതുവികാരം മുഴുവൻ ജനങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ UDF അനുകൂല തരംഗത്തിൻ്റെ ഭാഗമായി കാട്ടാക്കടയിൽ നിന്നൊരു UDF MLA ഉണ്ടാകും. ഉറപ്പായും ഈ UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കാട്ടാക്കട മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന UDF MLA ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാട്ടാക്കടയിലൊക്കെ സംസാരിക്കുമ്പം UDF സ്ഥാനാർത്ഥിയുടെ കാര്യം വരുമ്പോൾ ബൈജു അണ്ണൻ അങ്ങനെയാണ് പലരും പറയുന്നത്, അല്ലെങ്കിൽ എല്ലാവരും പറയുന്നത് ബൈജു അണ്ണൻ എന്നാണ് പറയുന്നത്. ആ ഒരു വികാരം വോട്ടായി മാറും. ഞാനൊരു സാധാരണക്കാരനാണ്, സാധാരണക്കാരുടെ പ്രതിനിധിയായിട്ടാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരോടും ഒരു സ്നേഹബന്ധം കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഈ ജനപ്രതിയായിട്ടുള്ള 10 വർഷക്കാലത്തിലെ ഏറ്റവും വലിയ എക്സ്പീരിയൻസ്, ഏറ്റവും വലിയ അനുഭവം എന്ന് പറയുന്നത്. ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരെ ജനങ്ങൾ അണ്ണ എന്നോ ചേട്ടാ എന്നോ ഒക്കെ വിളിക്കുന്നത് സ്വാഭാവികമല്ലേ. കഴിഞ്ഞ ഈ കാട്ടാക്കട മണ്ഡലം എടുത്തു നോക്കുകയാണെങ്കിൽ ആദ്യം മണ്ഡല രൂപീകരണത്തിന് ശേഷം ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ UDFനൊപ്പം നിന്ന മണ്ഡലമാണ്. പക്ഷേ കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിട്ടുപോയി, കൈ കിട്ടിയില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പം 2ാം സ്ഥാനത്ത് UDF സ്ഥാനാർത്ഥിക്ക് എത്താൻ കഴിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിലും തെറ്റില്ലാത്തൊരു പ്രകടനം UDFന് കാഴ്ചവെക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇത്തവണ വിജയം സുനിശ്ചിതമാണെങ്കിൽ ഭൂരിപക്ഷം എന്ത് പ്രതീക്ഷിക്കുന്നു? അത് പ്രവചിക്കാനുള്ള ഒരു ശേഷിയൊന്നും എനിക്കില്ല. സ്വാഭാവികമായിട്ടും രാജീവ് ഗാന്ധി ജനങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ വോട്ടർമാരുടെ വയസ്സ് 18ആയി നിജപ്പെടുത്തിയല്ലോ. അതിനുശേഷം എല്ലാവരുടെ കയ്യിലും ഓരോ വോട്ടേ ഉള്ളൂ. അപ്പോൾ ആ വോട്ടവകാശം രേഖപ്പെടുത്തി കഴിയുമ്പോൾ നമുക്കൊരു മികച്ച ഭൂരിപക്ഷം, ഒരുപക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടിയതിനേക്കാളും ഭൂരിപക്ഷം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കിട്ടും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കഴിഞ്ഞ തവണ IB സതീഷ് വലിയ ഭൂരിപക്ഷത്തിലാണ് ഇവിടെ വിജയിച്ചത്. PK കൃഷ്ണദാസാണ് വീണ്ടും മത്സരിക്കുന്നത്. താങ്കളുമുണ്ട് മത്സരരംഗത്ത്. ഇത്തവണ കാട്ടാക്കടയിൽ UDFും LDFും തമ്മിലാണോ മത്സരം? ഇപ്പോൾ രണ്ടുപേരും വലിയ പ്രചരണം കൊടുക്കുന്നത് പ്രഗത്ഭരായ സ്ഥാനാർത്ഥികൾ എന്നുള്ള നിലയ്ക്കാണ്. പക്ഷേ ഇവിടെ മത്സരിക്കുന്നത് ഞാൻ പ്രഗത്ഭരായിട്ടുള്ള സ്ഥാനാർത്ഥികൾക്കെതിരെ അല്ല മത്സരിക്കുന്നത്. ഞാൻ ഇവിടെ വരുന്ന 95% വരുന്ന സാധാരണക്കാരുടെ പ്രതിനിധിയാകാനാണ് മത്സരിക്കുന്നത്. അപ്പോൾ സാധാരണക്കാരുടെ പ്രതിനിധിയാകാൻ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണക്കാരുടെ വികാരം മുഴുവൻ ഐക്യ ജനാധിപത്യ മുന്നണിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എനിക്കും അനുകൂലമെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഞങ്ങളുടെ വിജയത്തിൻ്റെ ആണിക്കല്ലായിരിക്കും. സംസ്ഥാനത്തുടനീളം UDFൻ്റെ അല്ലെങ്കിൽ UDFന് അനുകൂലമായ ഒരു തരംഗം ഉണ്ടാകുമ്പോൾ അവിടെ കാട്ടാക്കടയിൽ നിന്ന് ഒരു UDF MLA ഉണ്ടാകും എന്നുള്ള ഒരു ആത്മവിശ്വാസവും പ്രതീക്ഷയും കൂടിയാണ് MR ബൈജു പങ്കുവയ്ക്കുന്നത്. ക്യാമറാമാൻ രതീഷ് കട്ടേലോടൊപ്പം ഹാൻസ് ജോൺ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.